തിരിച്ചുള്ള യാത്ര അപ്പോൾ തുടങ്ങുകയാണ്. ഒരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ താഴ്ത്തെത്താനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വഴികളിലൂടെയാണ് ഫീലടാ ഫീല്. നമ്മളെ 5000 അടി ഉയരത്തില്ല. ഇതാണടാ ഫീല്. ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. സൈക്കിൾ നമ്മളിപ്പോൾ മേപ്പോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മേലോട്ട് കയറിയിട്ട് വേണം പിന്നെ ആ ഓഫ് റോഡ് വഴി പിന്നെ താഴത്തോട്ട് ഇറങ്ങാൻ. ഇതുവഴിയാണ് ഇപ്പോൾ നമ്മൾ തള്ളിക്കയറ്റിക്കൊണ്ട് വന്നത്. ഇതാണ് വഴി. ഓ മൈ ഗോഡ്, കണ്ടോ? ഈ വഴിയാണ് നമ്മൾ വന്നിട്ട് ഈ വഴി അങ്ങോട്ടാണ് പോകുന്നത്. ആ അവിടെ കാണുന്നതാണ് നമ്മുടെ മലമണ്ട ട്രെക്കിംഗ് ക്യാമ്പ്. ഈ വഴി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് വഴി തെറ്റിയത് ഇവിടെ നിന്നാണ്. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് കോടയായിരുന്നു, ഇരുട്ടായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ഈ റൈറ്റ് എടുക്കുന്നതിന് പകരം നേരെ ഈ വഴി അങ്ങോട്ട് പോയി. ഈ വഴി കുറേ അങ്ങ് പോയി. രാത്രിയായിരുന്നു, ആരുമില്ല, ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്. കുറേ അങ്ങ് പോയി. അവിടെ ഏലത്തോട്ടമുണ്ട്. ഏലത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള സിഗ്നൽ കിട്ടി, ലൈറ്റ് അവരടിച്ച് കാണിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് വഴി തെറ്റി എന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ ഈ കണ്ട വഴി മൊത്തം ഞങ്ങൾ സൈക്കിൾ തള്ളി തിരിച്ചിവിടെ എത്തി. അതൊക്കെ കൊണ്ടാണ് ഇന്നലെ രാത്രി വീഡിയോ ഷൂട്ട് ചെയ്യാഞ്ഞത്. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്തിട്ടും കാര്യമില്ല, ലൈറ്റില്ല. അപ്പോൾ വന്ന വഴികളൊക്കെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. കിടിലൻ സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കുറച്ച് കഷ്ടപ്പെടണം. ഏതാ കൈ പിടിക്കുന്നു. അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
ഇതാണ് നമ്മൾ പറഞ്ഞ വഴി. ഇന്നലെ രാത്രി നമ്മൾ ഈ സൈക്കിള് തള്ളിക്കയറ്റിക്കൊണ്ടുവന്ന വഴിയാണിത്. ഈ മലമണ്ട ട്രക്കിംഗ് ക്യാമ്പിലേക്ക് ഇത്രയും വലിയൊരു റിസ്ക് ഇവിടെ നമ്മളിവിടെ റൂം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടെൻറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീപ്പിൽ വന്നിട്ട് താഴത്തുനിന്ന് നമ്മളെ പിക്ക് ചെയ്യും കേട്ടോ. പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. നമ്മൾ പിന്നെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. സൈക്ലിങ് അവർക്ക് ഈ ഒരു അഡ്വഞ്ചർ ഫീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിസ്ക് എല്ലാം നടക്കും. ഇത് ഇന്നലെ ഇവിടെ വന്നൊരു വണ്ടിയാണ്, ഇറങ്ങിപ്പോയി. പിന്നെ അവര് വലിച്ചു കയറ്റിയതാ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി മിസ്റ്റി മറ്റേ നമ്മുടെ മലമുണ്ട ട്രക്കിംഗ് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് കയറാനുള്ള വഴിയെല്ലാം ഇറങ്ങി. ഈ വഴി നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ആ വഴിയുടെ വീഡിയോ ആണ്. ഇവിടെ അപ്പോൾ ഒരു അരുവി, ചെറിയൊരു അരുവിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫോട്ടോ സെക്ഷന് വേണ്ടി നിർത്തിയത് കണ്ടില്ലേ. ഭയങ്കര ഫോട്ടോ സെക്ഷനാണ് കണ്ടില്ലേ, അരുവിയുടെ സൈഡിൽ ഇരുന്ന് വെച്ചിട്ട്. ആ കട്ട ഓഫ് റോഡൊക്കെ മാറി ഇപ്പോഴത്തെ റോഡ് ഇച്ചിരി സമാധാനമുള്ള റോഡാണ്. എന്നാലും ഓഫ് റോഡാണ്, മറ്റേൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ലാത്ത റോഡാണ്. കാണിച്ചു തരാം. കണ്ട ഈ റോഡ് അത്ര വലിയ പ്രശ്നമല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തള്ളിക്കൊണ്ടെങ്കിലും പോവാം. അപ്പോൾ കുട്ടിക്കാനം ട്രിപ്പ് 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ആദ്യത്തെ ദിവസം കുട്ടിക്കാനത്ത് വരിക, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കുക, താമസിക്കുക. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാനിലുണ്ടായിരുന്നു. അതിലൊരു സ്ഥലമായിരുന്നു ഈ മലമണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമുക്ക് താമസിക്കാൻ ടെൻ്റ് അടിക്കാൻ കിട്ടിയ സ്ഥലം മലമണ്ടയാണ്. മലമണ്ട വരാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ 5 കിലോമീറ്റർ ഓഫ് റോഡൊക്കെയാണെന്ന് അറിഞ്ഞായിരുന്നു നമ്മൾ എന്നാൽ കുട്ടിക്കാനത്ത് വന്നിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അറേഞ്ച് ചെയ്ത് തന്നതാണ് അവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം. അവിടെ തന്നെ എത്തിപ്പെട്ടു. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ടാവും. റോഡേ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റിയ റോഡല്ല ഈ 5 കിലോമീറ്റർ. പക്ഷെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം നമുക്ക് അവിടെ കിട്ടിയേട്ടാ. അപ്പോൾ ഇതാണ് ഇയോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ ആഷ്ലി ബംഗ്ലാവ് താമസിക്കുന്ന ബംഗ്ലാവ്. ആഷ്ലി ബംഗ്ലാവ് എന്ന് പറയും. നമ്മൾ അതിൻ്റെ പുറകത്തെ ഗേറ്റാണ്, ഫ്രണ്ട് ഗേറ്റ് അപ്പുറത്തെ സൈഡാണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അത് അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ച് പോകുന്ന വഴിക്ക് ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. മലമണ്ട പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ആഷ്ലി ബംഗ്ലാവ് എന്ന് പറയുന്ന സാധനം. അപ്പം നമുക്ക് പോവാം. നമ്മളിനിയിപ്പോൾ നേരെ ആലപ്പുഴയിലേക്ക് തിരിക്കാനുള്ള ശ്രമത്തിലാണ്.
കുട്ടിക്കാനത്ത് പോവുക, ഭക്ഷണം കഴിക്കുക, തിരിച്ച് യാത്ര തുടങ്ങുകയാണ്. താഴെ കുട്ടിക്കാനത്ത് ആ റോഡിലോട്ട് പോകുന്ന വഴി തന്നെയാണ്. നമ്മളിനി ആലപ്പുഴയ്ക്ക് തിരിക്കുകയാണ്. കുട്ടിക്കാനം ജംഗ്ഷനിലാണ്. അപ്പോൾ ഇറങ്ങുകയാണ്. ഈ വീഡിയോ നമ്മളിവിടെ മലമണ്ട ട്രെക്കിംഗ്, അഡ്വഞ്ചറസ് ട്രെക്കിംഗ്, മൗണ്ടൻ ടെൻറ്റിങ് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സൈക്കിൾ സ്റ്റാർ സൈനിങ്.